ഒന്ന് പരിശോധിക്കേണ്ടത്. കാരണം അത് അബദ്ധമാണോ എല്ലാം മനഃപൂർവ്വമാണോ എന്ന് പരിശോധിക്കണം. പക്ഷേ ഞങ്ങളൊരു കാര്യമുണ്ട്, എല്ലാ മെമ്പർമാർക്കും, പാലക്കാട് ജില്ലയിലെ എല്ലാ മെമ്പർമാർക്കും വിപ്പ് കൊടുത്തിട്ടുണ്ട്. ചിഹ്നം ആര് കൊടുത്തോ ആ ആൾ ഞാൻ തന്നെയാണ് എല്ലാവർക്കും വിപ്പ് കൊടുത്തിരിക്കുന്നത്. അവരത് സർവേ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറയും, വിപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിയമം അങ്ങനെയാണ്. ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചവർ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ സഹായം സ്വീകരിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ അത് അയോഗ്യതയാക്കുന്ന തന്നെയാണ് നിയമം. അതായത് രൂക്ഷമായ പ്രതികരണം ഇപ്പം ഇല്ല. കാരണം കാത്തിരുന്ന് കാണാം, ഞാൻ ഇതൊക്കെ മറുപടി പറയാം. ഇത്തിരി വെയിറ്റ് ചെയ്തോളാം. അതായത് അബദ്ധത്തിൽ സംഭവിച്ചാന്നാണോ കരുതുന്നത്? നോക്കട്ടെ, അത് അബദ്ധത്തിൽ സംഭവിച്ചാണോ പെട്ടെന്ന് വീണ് പോയോ അല്ല മനഃപൂർവ്വം വീണതോ എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നിലവിലെ ആദ്യത്തെ ഘട്ടത്തിലൊക്കെ രൂക്ഷമായ പ്രതികരണമായിരുന്നു കോൺഗ്രസിന്റെ. നോക്കട്ടെ, ചിലപ്പോൾ അവർ നമുക്കറിയാം ആ കുട്ടിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ആളുകൾക്കൊന്നും. എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അബദ്ധത്തിലാണെങ്കിൽ അങ്ങനെ ആവട്ടെ, അല്ലാതിരുന്ന അവധിലാകുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനഃപൂർവ്വം പോകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.